സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ വീണ്ടും സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിലെ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവരുടെ ട്യൂഷൻ സെൻറ്ററിലെ അവരുടെ ട്യൂഷൻ ക്ലാസ്സൊക്കെ അവസാനിച്ചത് ദിവസം ആഘോഷിക്കാൻ ചേരുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഈ 2 സ്കൂളുകളിലെയും ചില വിദ്യാർത്ഥികൾ ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ അവസാന ദിവസം ഉണ്ടായ സംഭവത്തിൽ പ്രതികാരം ചോദിക്കണം, അല്ലെങ്കിൽ അതിന് പകവീട്ടണം എന്നാണോ പ്രതികാരം ചോദിക്കണമെന്നാണോ എന്നൊക്കെ അവർ ഉദ്ദേശിച്ചില്ലയോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ വ്യവഹരിക്കപ്പെടുന്നത്. അതിനുവേണ്ടി എന്നോണം ട്യൂഷൻ സെൻറ്ററിന് മുമ്പിലേക്ക് 2 ഗ്രൂപ്പുകാരും സമയം നിശ്ചയിച്ചെത്തുകയും അവിടെ ഒരു കശവിശ ഉണ്ടാവുകയും തമ്മിൽ തല്ലുണ്ടാവുകയും ചെയ്തു. എന്തായാലും അവസാനിക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തമ്മിൽ തല്ലിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തോടുകൂടിയാണ്. അതോടുകൂടെ ഇത് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പം മാത്രമല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ പലതരത്തിലുള്ള അനാരോഗ്യകരമായ പ്രവണതകളുണ്ട് എന്നുള്ള മറ്റുള്ള ഡിസ്കഷൻ നേരത്തെ മുതലുണ്ട്. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. വിദ്യാർത്ഥികൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി വെല്ലുവിളി നടത്തുകയും ചില സ്ഥലങ്ങൾ നിശ്ചയിച്ച് അവിടെ പോയി തമ്മിത്തല്ലുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. നമ്മൾ തന്നെയും നേരത്തെ കേരളത്തിലൊരു സ്കൂളിലെ 2 വിദ്യാർത്ഥി ഗ്രൂപ്പുകൾക്കിടയിലുണ്ടായ തർക്കം, അതേ തുടർന്നുണ്ടായൊരു തമ്മിത്തല്ല്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു നിസാല അപ്ഡേറ്റ്. പക്ഷേ നമ്മൾ ഒരിക്കൽ കൂടെ ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ KM ഷെരീഫ് മാഷാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവർ തമ്മിത്തല്ലുക, ഇതൊക്കെ ഒരു പക്ഷേ ഈ കാലത്ത് മാത്രമല്ല, സ്കൂള് ഉണ്ടായ കാലം മുതലേ ഉള്ള സംഗതിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ തമ്മിത്തല്ലാത്ത സ്കൂളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നാൽ അത് എന്തൊക്കെ തരത്തിലുള്ള തമ്മിത്തല്ലുകളുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ സംഭവത്തെ നമ്മളെങ്ങനെ സമീപിക്കണം? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളെ പഠനകാലത്തും തമ്മിൽ തല്ലുണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ മനുഷ്യകുലത്തിൽ മുഴുവനും ഈ തമ്മിൽ തല്ലുണ്ട്. നമ്മളെപ്പോഴും മൃഗീയമാവരുത് എന്ന് പറയുമ്പോൾ പോലും മൃഗത്തിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്. മൃഗങ്ങൾ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ആക്രമിക്കാറുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയപ്പെടാവുന്ന കാരണമില്ലാതെ ആക്രമിക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്വഭാവമാണ്. അതായത് നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന, പിന്നീട് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നോക്കിയാലും അത് തന്നെ മനസ്സിലാവും. അതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം. പിന്നെ നേരത്തെ നമ്മൾ മനുഷ്യരെ വിളിച്ചിരുന്ന ഒരു പേര് ഹണ്ടർ ആൻഡ് ഗാദർ എന്നായിരുന്നല്ലോ. അപ്പോൾ അത് ഈ വേട്ടയാടുകയും ആക്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യരിൽ ജനിതകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ആക്രമണങ്ങളെയോ പ്രശ്നങ്ങളെയോ നമ്മൾ എടുത്തു കാണിക്കേണ്ടതില്ല. പക്ഷേ ഇത് ആവർത്തിക്കുകയും നിരന്തരം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത് ചർച്ചയാവുകയും ചർച്ചയാവേണ്ടി വരികയും ചെയ്യുന്നത്. അങ്ങനെ ചർച്ചയാവേണ്ടി വരികയും ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങളെ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറേ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളോട് സംസാരിച്ചാൽ അവർ പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്നാണ്. അധ്യാപകർ പറയുന്നത് കുട്ടികൾ എങ്ങനെയായി എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ്. രക്ഷിതാക്കൾ പറയുന്നത് എന്താ കുട്ടികൾ ഇങ്ങനെ. പക്ഷേ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഏറെ ഇപ്പോൾ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സാധനം. ലിബറേഷനാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത്. ആ ലിബറേഷനെ തന്നെ മനസ്സിലാക്കിയതിലൊരു പ്രശ്നമുണ്ട്. പോസിറ്റീവ് ലിബർട്ടിയും ഉണ്ട്, നെഗറ്റീവ് ലിബർട്ടിയും ഉണ്ട്. നെഗറ്റീവ് ലിബർട്ടിയാണ് ഇപ്പം നമ്മൾ ലിബർട്ടി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടിരുന്നത് പോസിറ്റീവ് ലിബർട്ടി ആയിരുന്നു. പോസിറ്റീവ് ലിബർട്ടി നടക്കണമെങ്കിൽ അതൊരു നിയന്ത്രിത സമൂഹത്തിന് മാത്രമേ പറ്റുള്ളൂ. കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഉള്ളിലുള്ള പോരാട്ട സ്വഭാവത്തെ സാമൂഹ്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ നിയന്ത്രണം, അതിനാണ് ലിമിറ്റഡ് ലിബർട്ടി എന്നാണ് അതിന് വിളിക്കുക. ഈ ലിമിറ്റഡ് ലിബർട്ടിയിലേക്കാണ് സമൂഹം പുരോഗമിക്കേണ്ടത്. അപ്പോഴേ സോഷ്യൽ ലൈഫ് ഉണ്ടാവുള്ളൂ. ഈ ലിമിറ്റഡ് ലിബർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഒന്ന് നിയമസംഹിതകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. മറ്റൊന്ന് സാംസ്കാരിക ഘടകങ്ങളെയോ സാംസ്കാരിക കാര്യങ്ങളെയോ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു. അതായത് ജീവിത രീതികളെ പഠിപ്പിക്കുക എന്നതായിരുന്നു അതിനു വേണ്ടി ഈ മതമായാലും നിയമസംഹിതയായാലും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ആ ജീവിത രീതികൾ പഠിച്ചു വരുന്നവരാണ് ഈ ലിമിറ്റഡ് ലിബർട്ടിയെ ഉപയോഗിക്കാൻ പഠിക്കുക. പക്ഷെ കുറച്ചു കാലമായി നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച്
ഒരു മേഖലയിലുള്ള പഠനത്തിലും മാറ്റം വരുന്നില്ല. കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചർച്ചയിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പ്രശ്നമാണെന്ന് മുതിർന്നവർ പറയുന്നു, ലഹരിയാണ് കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പറയുന്നു, പക്ഷേ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് 20 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിലബസിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പം നമ്മൾ കുട്ടികളെ മൊത്തമായി പഴിചാരുന്നതിൻ്റെ മുൻപേ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. കാലാനുസൃതമായി പാഠഭാഗങ്ങളിലോ സിലബസിലോ മാറ്റം വരുന്നില്ല. സ്കൂളുകളിൽ നടക്കുന്നത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ നല്ല മതവിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന കുട്ടികളാണ്. ഇപ്പോൾ പ്രശ്നങ്ങൾ ഇടപെട്ട കുട്ടികളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച ആളുടെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ പോലും മതപഠനം അടക്കം കിട്ടിയ കുട്ടികളാണ്. മതപഠനം എന്ന് പറയുന്നത് ഈ പറയുന്ന സാംസ്കാരികമായ ജീവിതം എങ്ങനെ നയിക്കണം എന്ന ബോധം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവിടെ പോലും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള പഠനം നടക്കുന്നത്. ജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന രീതിയിലുള്ള പഠനം നടക്കുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു. അക്രമം കുട്ടികളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വാസനയാണ് എങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ പകരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങളാണ്. ഈ പ്രാവശ്യം ഇറങ്ങിയ ഒരു സിനിമയുടെ ടാഗ് ലൈൻ തന്നെ മോസ്റ്റ് വയലൻസ് ഇൻ ദി മലയാള സിനിമ എന്നാണ്. അപ്പോൾ അതാണ് പരസ്യം. എന്നാൽ അങ്ങനെ ഒരു പരസ്യമുള്ള സിനിമ നേരത്തെ സെൻസർ ബോർഡ് അനുവദിക്കില്ലായിരുന്നു. ഒരു 20 വർഷം മുൻപ് അത്തരത്തിലുള്ളൊരു സിനിമ ഇറങ്ങാനേ കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളുടെ സെൻസർ ബോർഡ് പോലും അത്തരത്തിലുള്ള സിനിമകൾക്ക് അനുവാദം കൊടുക്കുന്നുവെങ്കിൽ നമ്മളുടെ ഈ സമൂഹത്തെ ുണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടിയായിരുന്നു അത്തരം സിനിമകൾ അഥവാ സെൻസർ ബോർഡ് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുക. പ്രായപൂർത്തിയവർ മാത്രമേ ആ സിനിമ കാണാൻ പാടുള്ളൂ എന്നതാണ്. അതിലിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ OTT വന്നതോടുകൂടി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഈ വയലൻസിൻ്റെ സിനിമകളാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് വയലൻസിനാണ് പ്രധാനം. ഇനി മീഡിയകൾ ചെയ്യുന്നത് എന്താണ്? വയലൻസിനെയാണ് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികളെയും അടിപിടിയുടെയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ വയലൻസും കൂടി ചേർന്നതാണ്. പ്രത്യേകിച്ച് 13-ന്റെയും 18-ന്റെയും ഇടയിലുള്ള നമ്മൾ ടീൻ ഏജ് എന്ന് വിളിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവരെ പോലെ പെരുമാറാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരിക്കും. അവർ മാനസികമായി മുതിർന്നവരാണ് എന്ന കാഴ്ചപ്പാടിലാണ് അവർ വളരുന്നത്. പക്ഷേ മാനസികമായി അവർ മുതിർന്നിട്ടില്ല. മുതിരണമെങ്കിൽ ഈ പ്രീഫ്രണ്ടൽ ലോബ് എന്ന് നമ്മൾ വിളിക്കുന്ന കോർട്ടക്സിലുള്ള വളർച്ച എത്തണം. അത് എത്തിയിട്ടില്ല. അപ്പോൾ മുതിർന്നവരാണ് എന്ന് വിചാരിക്കുമ്പോൾ മുതിർന്നവരെ പോലെ പെരുമാറാൻ അവർ ശ്രമിക്കുകയാണ്. അതാണ് ഈ കാര്യത്തിലും നടന്നിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പർട്ടിക്കുലർ ഇവൻറ്റിലേക്ക് അതിൻ്റെ ഒരു ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ ദൗർഭാഗ്യകരമായ പരസ്പരം തമ്മിത്തലുണ്ടാവുന്നു. അതിനിടയിൽ അബദ്ധത്തിലായിരിക്കാം, പക്ഷേ അവിടെ ഇടിവള ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നെഞ്ചക്ക് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് കൺഫേംഡ് ആണോ അല്ലയോ എന്നുള്ളതിന് നമുക്കിപ്പോഴും അറിയില്ല. പോലീസിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് വരുമ്പോഴേ ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇടിവളയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നും കുട്ടികൾ ഇടിവള ഇട്ട് വരുന്നതും ഇടിവള കൊണ്ട് ഇടിക്കുന്നതും ഒക്കെ ലോറിയിൽ നിന്ന് കിട്ടുന്ന അതൊക്കെ അന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ പുതിയ സംഭവമാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം അത് ലോജിക്കലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് ഈ പർട്ടിക്കുലർ സംഭവത്തിലേക്ക് വരുമ്പോൾ ഇതിലിപ്പോൾ ഈ ആയുധങ്ങളോ ഇത്തരം സംഗതികളൊക്കെ ആയിട്ട് വന്നു, ഇത് വെച്ചിട്ടാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. അതിനിടയിലാണ് ഈ കഴുത്തിൽ ഇടികൊള്ളുകയും കഴുത്തിൻ്റെ പുറകിൽ ഇടികൊള്ളുകയും അതുവഴി അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ അതിന് തൊട്ട് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വലിയ വെല്ലുവിളികൾ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിലുള്ള വിവരങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇതൊരു വലിയ പ്രീപ്ലാൻഡ് സംഗതിയാണ്. അതായത് കൊല്ലാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തണോ? അങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല എന്നുള്ളത് ഈ ഒരു കാര്യം വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കുട്ടികളുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വെല്ലുവിളിയാണ് അത്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആ സോഷ്യൽ മീഡിയയിലൂടെയായി വെല്ലുവിളി. പണ്ടത് ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു, അല്ലെ ബസ്സിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിന്റെ പുറത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരാന്തയിലായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലേക്ക് മാറുക മാത്രമേ ചെയ്ത്. പക്ഷെ അതിൽ നമ്മുടെ മീഡിയ എപ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കം ശ്രദ്ധിക്കുന്നത് ആ കുട്ടികളെ കുറ്റവാളികളെ പോലെ അവതരിപ്പിക്കണം എന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റ്. ഇന്നത്തെ മീഡിയാസിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ അതാണ്, ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റ്.
നിന്നെ കൊല്ലുമെടാ, നിന്റെ കണ്ണ് ഞാൻ കലക്കിയില്ലടാ എന്ന രീതിയിൽ ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വോയിസ് ചാറ്റ് പല മീഡിയയും പുറത്ത് വിടാത്തത് കൂടി ഉണ്ട്. ഏതോ ഒരു മീഡിയയിൽ മാത്രം ഞാൻ കേട്ടത്, നീ പിന്നെയും വന്നതുകൊണ്ടല്ലേ, ഞാൻ എന്നോട് ഒഴിവായി പോകാൻ പറഞ്ഞല്ലായിരുന്നോ, നമ്മൾ ആ സമയത്തുള്ള വികാരം കൊണ്ട് അങ്ങനെ ചെയ്തതല്ലേ. ആ ഒരു കുട്ടിയുടെ തന്നെ കുറ്റസമ്മതം അവിടെയുണ്ട്. കാരണം 18 വയസ്സ് വരെയുള്ള മനുഷ്യരുടെ വൈകാരികത നൈമിഷികമാണെന്ന് പറയാം. പെട്ടെന്ന് അവർ വികാരം കൊള്ളും, അടുത്ത നിമിഷം തന്നെ അടുത്ത വികാരത്തിലേക്ക് മാറുകയും ചെയ്യും. അത് ചെറിയ കുട്ടികൾ കുറച്ചുകൂടി നൈമിഷികമായിരിക്കും. അതിങ്ങനെ മുതിർമ്പോഴാണ് ഈ വികാരത്തെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഒരാളെത്തുക. അപ്പോൾ പെട്ടെന്നുണ്ടായ വികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ നൽകുന്ന ഒരു ഭയങ്കരമായ ശക്തിയുണ്ട്. ആ ശക്തിയിലാണ് ഏത് കാര്യവും സംഭവിക്കുക. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഇവന്റിൽ സംഭവിച്ച ദുരന്തമാണ്. അതായത് കുട്ടികൾ പോലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ അമിതമായ വൈകാരികമായ ഇടപെടലാണ് നടന്നത്. ഇവിടെ ഈ ഒരു ഇൻസിഡന്റ് എടുത്തു നോക്കിയാൽ വളരെ ശരിക്കും ആ വൈകാരികത എങ്ങനെ വന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഒന്ന്, ആദ്യം നടക്കുന്നത് ഈ സെന്റ് ഓഫിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ട്യൂഷൻ സെന്ററിൽ നടക്കുന്ന ഒരു കൂക്കുവിളിയാണ്. അതായത് പെട്ടെന്ന് മീഡിയ, അതും എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പൊ കൂക്കുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കൂൾ കാലത്തില് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അത് കുട്ടികൾ ഇൻസൾട്ട് ചെയ്ത്, കുട്ടികൾ കുറച്ചുകൂടി എന്താ പറയുക, പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യമാണ്, മുതിർന്നവരാണെന്നാണ് അവരുടെ ഒരു സ്വയം ധാരണയിൽ അവരെത്തിയിരിക്കുന്നത്. അത് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ. കാരണം അവർ മുതിർന്നവർക്കുള്ള എല്ലാ സ്പേസിലും അവർക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ കൂക്ക് വിളിച്ച ആളെ ചോദ്യം ചെയ്തു. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആൺകുട്ടികളുണ്ടായിരുന്നു. അവിടെയാണ് 2 സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഗാദർ ചെയ്ത് വന്ന ഒരു സ്കൂളിലെ ടീം, ആ ടീം ഗാദർ ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പുറത്തുള്ള ടീം അമ്പരന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് എങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കില്ല. പിന്നീടാണ് ഈ ഗ്രൂപ്പ് ഗ്യാദർ ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ആ കുട്ടികളെ വല്ലാതെ കുറ്റവാളികളാക്കി ആസ്വദിക്കുന്നതിൻ്റെ എന്തോ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ അടിസ്ഥാനപരമായി അധ്യാപകരും രക്ഷിതാക്കളും സമൂഹമൊക്കെ മനസ്സിലാക്കേണ്ടത്, സ്വയം തിരിച്ചറിവെത്തിയിട്ടില്ലാത്ത ആളുകളാണ് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. അത് ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. ആ തിരിച്ചറിവില്ലാത്തവരെ തിരിച്ചറിവുള്ളവർ എങ്ങനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണം എന്ന വാക്ക് പലപ്പോഴും അധികാരപ്രയോഗമായിട്ട് മാറുന്നതാണ് പ്രശ്നമായിട്ട് മാറുക. അധികാരപ്രയോഗമായി മാറാതെ മുതിർന്നവർ ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണം ഇല്ലാതായതാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ മറ്റൊരു പ്രശ്നം. അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനോണിമിറ്റിയാണ് ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ പ്രത്യേകത. പരസ്പരം ആരും അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ നോക്കിയാൽ അവിടെ ക്രൈമില്ല, അവിടെ ജയിലുകൾ പൂട്ടിക്കിടക്കുകയാണ്. ക്രൈമില്ലാത്തതുകൊണ്ടാണ് അവിടെ എല്ലാവർക്കും പരസ്പരം അറിയാം. അവിടെ ഒരു മോഷണം നടത്തിയ ആൾക്ക് പരമാവധി 3 കിലോമീറ്ററിന്റെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അനോണിമിറ്റി ഇല്ല, അയാൾ ആരായിരിക്കാം എന്ന് എല്ലാവർക്കും തിരിച്ചറിയാം. പക്ഷെ നമ്മളുടെ സൊസൈറ്റി മോഷണം നടത്താൻ സാധ്യമല്ല. അതാണല്ല, വേറെ കാര്യം ഉണ്ടായിട്ടല്ല. നമ്മളുടെ ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെട്ടു. നഗരത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് പരസ്പരം അറിയാതിരിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി ആരുടേതാണ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അതറിയില്ല എന്നത് കുട്ടിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് പൊതുസമൂഹത്തിലും കുട്ടിക്ക് ഏത് തരത്തിലുള്ള ക്രൈമും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ലിബർട്ടി എന്ന രീതിയിലേക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിലേക്കുള്ള അവസരങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടാൽ ഞാൻ എന്തിനതിൽ വെറുതെ ആ ചൊറക്ക് പോകണം? ഇതാണ് സമൂഹം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ട് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. കുട്ടിക്ക് അറിയില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച്. അപ്പോൾ അവരെ തിരുത്തേണ്ടത് സമൂഹമായിരുന്നു, അധ്യാപകരായിരുന്നു, രക്ഷിതാക്കളായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുകയും ഇത് സ്വാതന്ത്ര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുട്ടികൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ നേരത്തെ പല പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. 1960കളിൽ ജനിച്ച കുട്ടികൾ ആൻറ്റി സോഷ്യലുകളായി മാറിയപ്പോഴാണ് പാരന്റിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്നും, ഈവൻ പാരന്റിങ് എന്ന വേർഡ് പോലും വന്നത് 80കളിലാണ്. അത് ആൻറ്റി സോഷ്യൽ സൊസൈറ്റി വളർന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആ തിരിച്ചറിവ് വരുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് വരുമ്പോൾ കൃത്യമായ അധികാര ഉപയോഗമല്ലാതെ കുട്ടികളെ നിയന്ത്രിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി ഒരു പക്ഷേ ആലോചിക്കേണ്ടത്. ഇതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. ഈ വാർത്ത ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഈ 10ാം ക്ലാസ്സുകാരൻ മരിക്കുന്നത്. അതിനുശേഷം ഈ സമയം വരെ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് വന്നൊരു വാർത്തയുടെ തലക്കെട്ട് പ്രധാനപ്പെട്ടൊരു ന്യൂസ് പോർട്ടലിൻ്റെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് പോർട്ടലുകളിൽ ഒന്നിൻ്റെ തലക്കെട്ടാണ് ഞാൻ വായിക്കുന്നത്.
മർദ്ദിച്ചതിൽ പോലീസുകാരൻ്റെ മകനും SSLC പരീക്ഷയും നിയമത്തിലെ ഇളവും അനുകൂലമാക്കാൻ നീക്കം. അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ജുവനൈൽ ബോർഡിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന, അല്ലെങ്കിൽ കെയർ ഹോമിൻ്റെ ബോർഡിന് മുമ്പിൽ കെയർ ഹോമിൻ്റെ ബോർഡെന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, ആ ബോർഡിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഈ കുട്ടികൾ അവരിതിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അവരിൽ ഇൻവോൾവ് ആവാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ നമുക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് ഈ വിധത്തിലാണോ നമ്മൾ ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ രാഷ്ട്രീയമായൊരു കാഴ്ചപ്പാടിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. അതായത് ഇത് ഒരു പ്രൊവോക്കിംഗ് ന്യൂസാണ് ശരിക്കും. ഇതിനെ വഴിതിരിച്ചു വിടുക എന്ന് വേണമെങ്കിൽ ഈ ന്യൂസിനെ പറയാം. പോലീസുകാരൻ്റെ മകനുള്ളത് കൊണ്ടാണ് SLC പരീക്ഷയുടെ അനുവദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൊതുജനം വിചാരിക്കും നമ്മളുടെ അധികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് തെറ്റും ചെയ്യാം. ഈ ഒരു സാധനമല്ല ഈ ന്യൂസ് കൊടുക്കുള്ളൂ. കുട്ടിയിലും ഇത് തന്നെയാണ് കൊടുക്കുക. യഥാർത്ഥത്തിൽ ജുവൈനൽ ബോർഡ് അല്ലെങ്കിൽ ഹോം കെയർ ബോർഡ് കെയർ ഹോം ബോർഡ് ഈ കുട്ടിയെ അനുവദിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കുറ്റവാളികളല്ല കുട്ടികൾ എന്നതുകൊണ്ടാണ്. കോൺഫ്ലിക്റ്റ് വിത്ത് ലോസ് ആണ്. അവരെ കറക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനവരെ പണിഷ് ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇന്ത്യയിലെ ന്യായ സംഹിത മുന്നോട്ട് വെക്കുന്നത് വെച്ചിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു പണിഷ് ചെയ്യാൻ പറ്റില്ല. അത് പോലീസുകാരൻ്റെ മകനായാലും സാധാരണക്കാരൻ്റെ മകനായാലും ഏത് മനുഷ്യനെയും ആ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട്. അത് ഒരാളുടെയും ഔദാര്യമല്ല. ഈ വാർത്ത പോവുക പോലീസുകാരൻ്റെ മകനായതുകൊണ്ട് ഔദാര്യത്തിൽ പരീക്ഷ എഴുതുന്ന ഔദാര്യമല്ല, കുട്ടിയുടെ അവകാശമാണ്. ആ കുട്ടിയുടെ അവകാശത്തെ എന്തുകൊണ്ട് വെക്കുന്നെന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള അധികാര പ്രയോഗങ്ങൾ കൊണ്ട് കുട്ടികളുടെ അവകാശത്തെ തടഞ്ഞു വെക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ അവകാശത്തെ ഉയർത്തിപ്പിടിക്കേണ്ടി വരിക. പക്ഷെ നമ്മൾ ഈ അവകാശത്തെ ഒരു അധികാരമാക്കി ഉപയോഗിച്ചിട്ട് റിവേഴ്സ് ഓർഡറിൽ അധ്യാപകരെയും സ്കൂളിനെയും ഇപ്പോൾ പറയുന്ന പോലെ പോലീസുകാരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് ഒരു കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അതായത് കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ കുട്ടികളെ ചീത്തയാക്കുക അല്ലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പോലീസുകാരുടെയൊക്കെ പോലെയുള്ളതെങ്കിൽ മക്കളായതുകൊണ്ടുള്ള സാധനമാണ് എന്ന രീതിയിൽ കൊണ്ടുവരും. വളച്ചൊടിക്കുക എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ന്യായം ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നതാണ് ആ കുട്ടിയുടെ അവസ്ഥ. ആ കുട്ടിക്ക് നിയമം അറിയില്ലായിരുന്നു. കുട്ടി തന്നെ പ്രതീക്ഷ ഉണ്ടല്ല. ആ കുട്ടിയിൽ മാറ്റം കാണിക്കുന്നത് ഈ വാട്സപ്പ് ചാറ്റിൽ ഈ നിയമവ്യവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂട്ടം കൂടിയാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല, അവരിങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണുന്നു. അതെ, അതിലുള്ള ഒരു കുട്ടികൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് കുഴപ്പം. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോസിറ്റീവ് ലിബർട്ടി നടപ്പിലാക്കണമെങ്കിൽ നിയമസംഹിതകൾ കൃത്യമായിട്ട് പോകണം. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെ ചില ലൂപ്പ് ഹോളുകളുണ്ട്. കാരണം നമ്മൾ നോക്കുന്നത് അവകാശത്തെക്കുറിച്ച് മാത്രമാണ്, കടമകളെക്കുറിച്ചല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് പറഞ്ഞു വന്നിരുന്നതും. ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കൂട്ടം കൂടി ചെയ്താൽ കേസ് ഉണ്ടാവില്ല എന്നത് തെറ്റിദ്ധാരണയാണ്. വേറൊരാളെ ദ്രോഹിക്കാതിരിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവർക്കില്ല. അതുണ്ടാക്കി കൊടുക്കേണ്ടത് ആരായിരുന്നു? അതാണ് ഒരു കുട്ടി. ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ലൂപ്പ് ഹോൾസിനെ കുറിച്ച് ഇത് ലൂപ്പ് ഹോൾസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, നിയമത്തിൽ പറയേണ്ട കാര്യം നമ്മളത് പറയാൻ ആളല്ല. പക്ഷെ ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളടക്കമുള്ള സൊസൈറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തായിരിക്കില്ലേ ഈ ലൂപ്പ് ഹോൾസ്? അതെ. അത് മാത്രമല്ല, അവര് മീഡിയയിൽ നേരത്തെക്കാളും കുട്ടികൾ സജീവമാണല്ലോ. കുട്ടികളും ഒരുപാട് ഈ പറയുന്ന പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ നമ്മളെപ്പോലെ തന്നെ കുട്ടികളും കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കറിയാം അവിടെ പൊതുജനങ്ങളെ ഇപ്പോൾ രാഷ്ട്രീയ കേസുകളിൽ വെറുതെ വിടുന്നത് അവർ കാണുന്നു. അത് കൊലപാതകം വരെ നടന്ന ആളുകളെ വെറുതെ വിടുന്നവർ കാണുന്നു. അങ്ങനെ വെറുതെ വിട്ടതിന് പലപ്പോഴും കോടതി ചൂണ്ടിക്കാട്ടിയത് മോബ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് തെറ്റല്ല എന്നാണ് കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത്. വേറൊരാളെ കൊല ചെയ്യുന്നത് തന്നെ തെറ്റാണ് എന്ന ബോധം പോലും കുട്ടിക്ക് വന്നിട്ടില്ല. കാരണം സൊസൈറ്റിയിലുള്ള കാഴ്ചകളെ കുട്ടികൾ ധാരാളമായി കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ അത്തരത്തിലുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശിക്ഷിച്ച ആളുകളെ കുറിച്ച് കുട്ടികൾ അറിയാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ പത്രത്തിൽ പോലും അത്തരം വാർത്തകൾ കുട്ടികൾ വായിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോരിതം ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. പക്ഷെ അത് കുട്ടി കാണൂല. അത് കാണുക മുതിർന്നവരായിരിക്കും. കാരണം കുട്ടിയുടെ നമ്മളൊരു 7 സെക്കൻഡ് കണ്ട വീഡിയോയുടെ
ആവർത്തനമാണ് അൽഗോരിതത്തിന്റെ സെറ്റ്. നമ്മൾ ഒരു 7 സ്വഭാവത്തിലുള്ള സെക്കൻഡ് വീഡിയോ ആണോ കണ്ടത് ആ സ്വഭാവത്തിലുള്ള വീഡിയോ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കളവിന്റെ 14 വീഡിയോ നമ്മൾ കാണുന്നത്. അതാണ് ശരിയെന്ന് തോന്നും. അപ്പോൾ കുട്ടികൾ കാണുന്നത് ഇത്തരം വയലൻസിന്റെ വീഡിയോ ആണ്. അപ്പോൾ അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഈ വയലൻസിനെയാണ്. അത് പലതരത്തിലുള്ള വയലൻസിനെ കാണുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലാന്ന രീതിയിൽ അവർ നോർമലൈസ് ചെയ്യുന്നു. അങ്ങനെ വെല്ലുവിളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് മുതിർന്നവരുടെ ലോകം. മുതിർന്നവരുടെ ലോകത്തിന്റെ അനുകരണമായിരിക്കില്ല കുട്ടികളുടെ ലോകത്തുണ്ടാവും. ഞാൻ അവസാനം ഒറ്റ കാര്യം കൊണ്ട് ചോദിക്കാം. ഈ ഇത്തരം പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ഗൗരവത്തോടെ കാണുന്നില്ല, സൊസൈറ്റി ഗൗരവത്തോടെ കാണുന്നില്ല, അധ്യാപകർ കാണുന്നില്ല, രക്ഷിതാക്കൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഭരണകൂടം കാണുന്നില്ല എന്നുള്ളൊരു വലിയ ഡിബേറ്റ് ഉയർന്നു വരുന്നുണ്ട്. ഏത് വിധത്തിൽ കാണണം എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ ഇത്തരം സംഭവങ്ങളെ ഏത് വിധത്തിൽ കാണണം, ഏത് വിധത്തിൽ സമീപിക്കണം, എവിടെയാണ് നമ്മൾ ഇതിൻ്റെ കറക്ഷൻ തുടങ്ങേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സാറിന് തോന്നുന്നത് എവിടെ നിന്നാണ് നമ്മൾ ആലോചന തുടങ്ങേണ്ടത്? നമ്മളുടെ ആലോചന സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കരിക്കുലത്തിൽ നിന്ന് തുടങ്ങണം. ലൈഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടില്ല. ജീവിതം സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ചെറിയ നാമമാത്രമായ സ്കൂളുകളുണ്ട്. അവിടെയുള്ള കുട്ടികളൊക്കെ വളരെ സോഷ്യലി നമ്മൾ ജീവിക്കാൻ പറ്റിയ രീതിയിൽ തന്നെ വളർന്നു വരുന്ന കുട്ടികളാണ്. അതിങ്ങനെ സ്ട്രിക്റ്റായിട്ട് വളരുന്ന സ്കൂളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ നാമമാത്രമായ ചില ജീവിത സാഹചര്യങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മാറ്റമുണ്ട്. അത് മതപാഠശാലകളിലല്ല ഉള്ളത്, അത് സാധാരണ സ്കൂളുകളിലല്ല ഉള്ളത്. സാധാരണ സ്കൂളുകളിലും മതപാഠശാലകളിലും അടക്കം നടക്കുന്നത് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കലല്ല, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്നല്ല. ഇപ്പോൾ ചൈനയിലെ വിദ്യാഭ്യാസത്തിൽ ആദ്യഘട്ടത്തിൽ മുഴുവൻ ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. പിന്നെ അവർ വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, പിന്നെ സൊസൈറ്റിയിലേക്ക് എങ്ങനെയാണ്. ആ രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി വന്നിട്ടേ ഇല്ല. പകരം നമ്മളിപ്പോഴും കുറേ അറിവുകൾ നിറയ്ക്കുകയും ആ അറിവുകളെപ്പോലും പ്രയോഗത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും കാണാതെ പഠിക്കാൻ അങ്ങനെ പറയാം. അത് പ്രയോഗിക്കേണ്ടി വരാത്ത അറിവുകൾ, ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടി വരാത്ത അറിവുകളെ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്യുന്നു. അപ്പോൾ അവിടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കാര്യമായ മാറ്റം വരേണ്ടതുണ്ട്. അങ്ങനെ മാറ്റം വരുന്നില്ല എങ്കിൽ അത് നമ്മുടെ രക്ഷാകർത്താക്കളുടെ അവതരണ രീതിയിൽ, കാരണം ഇതാരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതല്ല ശരിയെന്ന് ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തുക ആരാണ്? അങ്ങനെ ഒരു കാര്യം രക്ഷിതാക്കളുടെ അടുത്ത് വരേണ്ടി വരും. എന്നിട്ടേ നമുക്കതിൻ്റെ സാമൂഹ്യമായ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റൂ. വീടിനെയും ഒരു വിദ്യാലയമായി കണ്ടുകൊണ്ട് കുട്ടിയുടെ ആദ്യ പാഠശാല വീടാണ്. അവിടെ നിന്ന് കുട്ടി പഠിക്കേണ്ടതുണ്ട്. ആ കുട്ടി എന്താണ് കാണേണ്ടത്, എന്താണ് അറിയേണ്ടത് എന്നത് രക്ഷിതാവ് കൂടി തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒന്നാണ്. കാരണം ഈ പറയുന്ന ഏത് തരത്തിലുള്ള വയലൻസിൽ പോയാലും അത് നാമമാത്രമായ കുട്ടികളാണ് അത്തരത്തിൽ കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ അമിതമായ നിയന്ത്രണമുള്ള കുട്ടികളെയാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അമിതമായ സ്വാതന്ത്ര്യമുള്ള കുട്ടികളെ കാണുന്നത്. അത് രണ്ടിൻ്റെയും ഇടയിലാണ് ഈ നിയന്ത്രിത അല്ലെങ്കിൽ പോസിറ്റീവ് ലിബർട്ടി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെ നിയന്ത്രിക്കുകയും സ്വതന്ത്രമായി വിടേണ്ട കാര്യങ്ങളെ സ്വതന്ത്രമായി വിടുകയും. അത് ഏത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല. അത് തിരിച്ചറിയേണ്ടത് രക്ഷിതാവും അധ്യാപകരും തന്നെയാണ്. റൈറ്റ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നിസ്സംശയം പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഏതളവിൽ സ്വാതന്ത്ര്യം വേണം, ഏതളവിൽ സ്വാതന്ത്ര്യം പാടില്ല എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു വിവേചന ബുദ്ധി എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷ്മമായി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ മുതൽ തുടങ്ങണം നമ്മൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതാ ആകെ മൊത്തം തകർന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മുഴുവൻ ഇതാ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള മട്ടിൽ വിലപിക്കുകയല്ല വേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത്തരം ഏതെങ്കിലും ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഉൾപ്പെട്ടു പോയ 4-5 വിദ്യാർത്ഥികളെ, അവർക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല, ആ വിദ്യാർത്ഥികളെ കണ്ണടച്ച് കുറ്റം പറയുക എന്നുള്ളതുമല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ പറയുമ്പോൾ മരിച്ചുപോയ വിദ്യാർത്ഥിയുടെ കാര്യത്തിലുള്ള വേദന നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അതിൽ ഇവർക്കുള്ള ഉത്തരവാദിത്വം മറക്കാതെയുമാണ് പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സംഭവം, അല്ലെങ്കിൽ ഇതുപോലെ ആവർത്തിക്കുന്ന സംഭവങ്ങൾ. എന്തായാലും ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.